പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവതലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തവർ, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരമാവസ്ഥയിൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ,
ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിന്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുനർവായനയാണ്. ഇന്നത്തെ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ഒരു ട്രാജഡി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അവൻ ദുരഭിമാനം പോലും ഇല്ലാതെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചു വരവിൻ്റെ അകത്തും നമ്മളത് ശരിക്കും വായിച്ചാൽ ഒരു ശോകം ഉണ്ടതിൻ്റെ അകത്ത്. കാര്യം, ഇവൻ ഒത്തിരി കാര്യങ്ങൾ അപ്പനോട് പറയുന്നുണ്ട്. അപ്പനവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പനൊരു വാക്ക് അവനോട് പറയണില്ല. പശ്ചാത്താപത്തിൻ്റെ കുറേ നാളത്തേക്ക് നമുക്ക് ദൈവത്തിൽ നിന്നൊരു വാക്കൊന്നും കിട്ടിയെന്ന് വരികയില്ല. അത് പ്രാർത്ഥിക്കാനുള്ള രൂപീയ പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊന്നും കിട്ടിയെന്ന് വരികയില്ല. അപ്പം നിങ്ങളവർക്കും പശ്ചാത്തപിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനം തോന്നിപ്പോകുന്ന കുറേ മാസങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഓർത്താൽ മതി. അത് അപ്പം മാത്രമുള്ള ആ ഒരു കാലഘട്ടത്തെ ആ വന്ന മുഹൂർത്തത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് കരുതിയാൽ മതി. പിന്നീട് നീ പശ്ചാത്താപം ചെയ്ത് അത് റീഫണ്ടായി നിൻ്റെ വരവ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പ്രഥമ ദൃഷ്ടിയാൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. കാര്യങ്ങളൊക്കെ എല്ലാം നടക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വിഷയമാണ്. കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൂത്ത മകനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഈ ധൂർത്തപുത്രനോട് ഒരു വാക്ക് പോലും അപ്പം പറയണില്ല. കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതിനെ ആശ്ലേഷിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, മാല അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, അവരെ മകൻ്റെ റാങ്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ സംസാരിക്കത്തിൽ താമസിക്കും. ദൈവം അങ്ങനെയാണെന്ന് പറയാല്ല. ദൈവത്തെക്കുറിച്ച് പറയുന്ന കഥയിൽ വന്നു പോയിട്ടുള്ള നിഴൽ രൂപങ്ങളാണ് ഇതൊക്കെ. സംസാരിക്കാത്ത മൂകനായ അപ്പൻ നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് പശ്ചാത്താപത്തിൻ്റെ കുറേ കാലങ്ങളിൽ ദൈവമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ്, ദൈവം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ധരിക്കരുത്. അപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അവൻ്റെ പശ്ചാത്താപം സത്യസന്ധമാണ് ദൈവം തോന്നിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മകൻ പറഞ്ഞു, ഇളയ മകന്റെ കാര്യം പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു. ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവം. ഇതിനകത്ത് ഡയലോഗില്ല. ആർക്ക് ഡയലോഗില്ല? അപ്പൻ മൂത്ത മകനോട് അപ്പൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നോക്കിയാൽ മതി. ഞാനിങ്ങനെ ഒത്തിരി ആൾക്കാരോട് കൗൺസിലിംഗ് ചെയ്യുമ്പോഴേ ചില ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് ധ്യാനിപ്പിക്കുന്നത്, എത്രയോ ആയിരങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ മാനസാന്തരം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യം സിറ്റുവേഷൻ കറക്റ്റാണത്. ആ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കുറവായിരിക്കും, ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിലപ്പോൾ മെയിൻ്റെനൻസ് നടക്കും, എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവന് മോതിരം കൊടുക്കുന്നുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, റാങ്കിലെ കൊണ്ടുവന്നുണ്ട്. പക്ഷേ നോ ഡയലോഗ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മളെ ആൾക്കാരുടെ മാനസാന്തരത്തെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് കുറേ നാളത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ സൈലൻ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നമ്മളുടെ പാപത്തിന് പരിഹാരം ചെയ്തു, ആ ദൂർത്തമ്പത്ത് പറഞ്ഞ പോലെ റീഫണ്ട് ചെയ്തു, പശ്ചാത്താപം പ്രായശ്ചിത്തമായിട്ട് പറഞ്ഞു തീർക്കാതെ അത് ചെയ്ത് തീർത്ത് വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഫുൾ സ്വിങ് ആയിട്ട് വരും.
ആ സമയം മുതൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും, പിന്നെ ദൈവം നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. ദൈവം ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. കാര്യം നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തൊരു കുഴപ്പമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ദൈവം നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് തൻ്റെ ദാസനോട്, തൻ്റെ ഭക്തനോട്, തൻ്റെ വിശ്വാസിയോട്, മോശയോടൊന്നും ഒരു സ്നേഹിതരെപ്പോലെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അത് ആ ലെവലിലേക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിച്ച സത്യസന്ധമായിട്ട് ദൈവത്തിന് വേണ്ടിയാണ് സ്നേഹിക്കണമൊക്കെ ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പിന്നെ വ്യക്തികളിലൂടെ, കോയിൻസിഡൻസ് എന്നില്ലേ, ഇപ്പോൾ കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാലും അതിലൂടെയും ദൈവത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഓർക്കണത് ദൈവമായിട്ട് ഈ ഒരു കാലത്ത് നല്ല റിലേഷൻസിലേക്ക് വരാൻ വേണ്ടി, നല്ല ഫുൾ സ്വിങ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകം സത്യസന്ധമായി, സുവിശേഷവിഹിതമായി, സാക്ഷ്യത്തോടെ ദൈവത്തിന് വേണ്ടി, അല്ല ദൈവത്തിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടിയുള്ളതിനേക്കാളുപരി ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് ഭയങ്കര സങ്കടമായിരിക്കുമേ എപ്പോഴും. എന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരെ എല്ലാം സ്നേഹിക്കണത് പറ്റിപ്പിഴപ്പിന് വേണ്ടിയാണെന്ന് ദൈവത്തിന് അറിയാം. അതാണ് ദൈവത്തിൻ്റെ സങ്കടം എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നീ തന്നതും തരാത്തതും ഞാൻ അളന്നും തൂക്കി നോക്കാതെ എനിക്ക് നീയാണെന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരാളാണ് ഈ പത്രോസൊക്കെ. ഈ ഹൃദയം തുറന്നാണ് ഈശോ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഹൃദയം തുറന്നാണ്. കാരണം അവരോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ദൈവത്തിൻ്റെ റിസർവ്ഡ്നെസ് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു റിസർവറിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ ആളല്ലാത്തത് കൊണ്ടാണ്. അതാണ് വരുന്ന വിഷയം. അങ്ങനെ വരുന്നത് അത് ഈ മുൻപ് കാലത്ത് ആ ഒരു അമിക്കബിലിറ്റി, അനുരഞ്ജനം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയുള്ളവനാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ പങ്കെടുക്കുന്ന ഉടമ്പടി ധ്യാനത്തിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അങ്ങയോട് ചെയ്ത ഉടമ്പടി പാലിക്കുവാനും അർത്ഥവത്തായി പാലിക്കുവാനും അതിൽ നിലനിൽക്കുവാൻ ആവശ്യമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങളുടെ കർണപുടങ്ങളെയും കണ്ണുകളെയും ഇന്ദ്രിയങ്ങളെയും ആത്മാവിനെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ, ഈ ശുശ്രൂഷകളെല്ലാം മാധ്യസ്ഥം വഹിക്കുവാൻ അനേകായിരങ്ങള് അവരുടെ കണ്ണീരിന്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയിലെ ആശ്രയിക്കുന്ന എല്ലാവരുടെയും നാനാജാതി മതസ്ഥരുടെ എല്ലാ കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടല് ഉറപ്പുവരുത്തുവാൻ അപേക്ഷണീയമായ വിശ്വസ്തതയാ ഞങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ഉടമ്പടി ധ്യാനത്തിലൂടെ പൂർണ്ണമായിട്ടും അനുഗ്രഹം കിട്ടുവാൻ ഞങ്ങളെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ നിറവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ ശബ്ദ ക്രമീകരണങ്ങളെയും ഓൺലൈനിൽ പോകുമ്പോൾ ആവശ്യമായ നെറ്റ്വർക്ക് സംവിധാനങ്ങളെയും അത് ഗുണഭോക്താക്കളായി കേൾക്കുന്നവരെയും ഉടമ്പടി ധ്യാനത്തിലെ ഓൺലൈനായി പങ്കെടുക്കുന്നവരെയും വിവിധ രാജ്യങ്ങളിലെ അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരങ്ങളുമായി അമ്മയുടെ ഉടമ്പടി മാധ്യസ്ഥത്തിലെ യേശുവിലെ ആശ്രയം വെക്കുന്ന സർവമാന ജനങ്ങളാണ്. യേശുവിന്റെ തിരുമുറുവാർന്ന വലതുകരത്തിന്റെ ആശീർവാദം അടിപ്പിണർ പോലെ ദൈവിക ശക്തി ധ്യാനം കൂടുന്ന ഏത് നിമിഷവും ആർക്കും ലഭിക്കുവാൻ അഭിഷേകം നൽകണമേ. പ്രിയമുള്ളവർ, അനേകം മക്കളാണ് ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ ആശ്രയം വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഓൺലൈനിലേക്ക് കൂടാൻ പോകുന്നത്. അവരുടെ എല്ലാം മുഖത്ത് മുഴുവൻ കണ്ണുനീര് ഇങ്ങനെ തളം കെട്ടി നിൽക്കിയിരിക്കും. അവിടെ ശരീരം രോഗങ്ങളാൽ വേദനപ്പെട്ടിരിക്കും. അവരുടെ ജീവിതവും ശരീരവും ഹൃദയവും ഒക്കെ വല്ലാത്ത പാരവശ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഗതിമുട്ടി നിൽക്കിയിരിക്കും. അങ്ങനെ ഗതിമുട്ടി എല്ലാ തരത്തിലും തീർന്നു എന്ന് ചിന്തിക്കുന്ന ജപ്തി നടപടികൾ, ബാങ്ക് നടപടികൾ,
ഭവനത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥകൾ, അവരുടെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായ സമയത്ത് കൈ കിട്ടാത്തതിൻ്റെ ഉത്കണ്ഠകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മനോവേദനകളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇവിടെ ഒത്തിരിയേറെ ഒരു ഏജ് ബാർ കഴിഞ്ഞ ആൾക്കാർ, അതിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാനായാലും ശരി, കല്യാണ ഒത്തുവരാനായാലും ശരി, ഒരു ഏജ് ബാർ കഴിഞ്ഞവർ ആശ്രയിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയാണ്. കാരണം ഉടമ്പടി പ്രാർത്ഥനയുടെ ഫ്രൂട്ട്സ് അതാ. കാര്യം ഇന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്നത് 35 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ദൈവം ആ ഫയല് തിരിച്ചെടുക്കും. നിങ്ങൾക്ക് അത് ആവശ്യമാണെന്ന് കണ്ടാൽ കർത്താവ് അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് വിട്ടും വെച്ച് കളഞ്ഞ, ചിലപ്പോൾ മറന്നു പോയെന്ന് പറയാവുന്ന, പ്രാർത്ഥിച്ച് മറന്നു പോകുന്ന വിഷയങ്ങളില്ലേ, അതും ഉടമ്പടിയുടെ പരിധി വരുന്നതാണ്. പ്രാർത്ഥിച്ച് മനുഷ്യൻ മറന്നു പോകും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കിട്ടാതെ വരുമ്പോൾ മറന്നു പോകും. പിന്നെ അത് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നത്തില്ല. ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. കാര്യം ഇത് പ്രാർത്ഥിച്ച് മനുഷ്യൻ ഇപ്പോൾ പ്രാർത്ഥിക്കാത്ത വിഷയം. കാര്യം എന്താണ്? പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല, അതുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, വിഷയവും മറന്നുപോയി. ഇങ്ങനെ 100 കൊല്ലമായിട്ട് മറന്നുപോയൊരു സബ്ജക്റ്റ് മാതാവ് ഈ ആഴ്ച എഴുതിയിട്ടുണ്ട്. 100 കൊല്ലമായിട്ട് അവർ ആ സബ്ജക്റ്റ് മറന്നുപോയി. തലമുറകൾ പ്രാർത്ഥിച്ചതാണ്. തലമുറകൾ പ്രാർത്ഥിച്ച് മറന്ന കുറേ കാര്യങ്ങൾ ഉടമ്പടിയുടെ ഇത് ഞാൻ ഓർത്തില്ല ശരിക്കും. ഈ ഉടമ്പടി അമ്മ തരുമ്പോൾ ഇതിന് ഇത്രയും റേഞ്ച് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഉടമ്പടിയുടെ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപ്പൊക്കെ എഴുതാൻ പറയണത്. അപ്പോഴും എനിക്ക് ഉടമ്പടിയുമായിട്ട് ഉപ്പിന് കൊണോട്ടേഷൻ ഉണ്ടെന്ന് അറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ആ വഴിക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതിനകത്ത് തന്നെയാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ഉടമ്പടി തൈലത്തെക്കുറിച്ച് പറയണത്. പക്ഷേ ഇപ്പോഴും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയണത് തന്നെയല്ല. ഉടമ്പടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ പറഞ്ഞാലും ദൈവം ഓർത്തിരിക്കും. നിങ്ങളുടെ കാര്യം ഉടമ്പടി വെക്കാൻ മറന്നെന്ന് വിചാരിച്ചോ? തിരക്ക് കൊണ്ടോ ഇവിടെ വന്നപ്പോഴേ സിറ്റുവേഷൻസ് ഒന്ന് നിങ്ങൾ പ്രതീക്ഷനേക്കാൾ മോശമായ തിക്കും തിരക്കും അസ്വസ്ഥതയും, പിന്നെ നിങ്ങളുടെ തന്നെ ഉപവസിച്ചൊക്കെ നിശ്ചയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ബോഡിയുടെ ഒരു വെല്ലുവിളികൾ എല്ലാം കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മറന്നു പോകും. എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതിയെന്ന്, മഴയും വരികയാണെങ്കിൽ പണിയായിരിക്കും, എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതിയെന്നുള്ള ചിന്ത വന്നിട്ട് ചില കാര്യങ്ങൾ തിരക്കിൽ മറന്നു പോയാലും ഈ മണ്ണിൽ നീ ചവിട്ടിപ്പോയാൽ അത് തന്നെയാണ് ഗ്യാരണ്ടി. കാര്യം നിൻ്റെ കാര്യം കർത്താവ് ഓർത്തിരിക്കും. നിനക്കറിയാം എന്തിനാണ് നീ ഇവിടെ വന്നതെന്നൊക്കെ ദൈവത്തിന് അറിയാം. നീയാണ് മറന്നിരിക്കണത്. പക്ഷേ ദൈവം നിന്നെ മറന്നിട്ടില്ല, നിൻ്റെ ഒരു വിഷയങ്ങൾ. ഞാനിത് പറയാൻ കാര്യം വെച്ചാലും ഈ ദിവസങ്ങളിൽ ഡിൻസി എന്നും പറഞ്ഞ് ജിനോയാണ് സാക്ഷ്യം. ജിനോയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയെന്ന് അവരുടെ ആ സ്ഥലത്ത് അവരുടെ പ്ലേസ് അതാണ്. അപ്പോൾ അവിടുന്ന് ജിനോ ഭർത്താവാണ് ഉടമ്പടി എടുത്തത്, പക്ഷേ ഭാര്യയാണ് സാക്ഷ്യം. ജിനോ ഇത് ജോലിക്ക് പോയെന്ന് തോന്നുന്നു. അപ്പോൾ അവർ അവശേഷിക്കുന്ന ആൾ വൈഫാണ്. പക്ഷേ വൈഫും ഉടമ്പടിയോട് മാനസികമായിട്ട് ഒത്തിരിയേറെ അടുപ്പമുള്ള ആളാണ്. ഭയങ്കര അതാ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാൻ വരും. ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തെങ്കിലും ഈ സാക്ഷ്യപ്പെടുത്തുന്നത് ഭാര്യയാണ്. അത് ഒരു 1.5 സാക്ഷ്യമാണ്. അത് ഇവർ ഉടമ്പടി എടുത്ത പോലെയുള്ള ആത്മബന്ധത്തിലാണ് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ അഭിഷേകം തോന്നേണ്ടത്. അവരുടെ വിഷയം എന്ന് പറയുന്നത് അവർ കുറച്ച് കാര്യങ്ങൾ ഉടമ്പടി വെച്ചു. പക്ഷെ ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയണത് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു തണുപ്പ് അവർ നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് എങ്ങനെയുള്ള തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാട്ടുപ്രദേശത്ത് പോയി നിൽക്കുമ്പോഴേ, അത് ഞാനും കുറേ കാട്ടി പോയിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം, നിങ്ങളും പോയി കാണാം. നമുക്ക് അറിയാം, ഒരു പ്രകൃതിയുടെ ഒരു സ്വതസിദ്ധമായ നൈസർഗികമായ ഒരു സാന്ത്വനത്തിൻ്റെ ഒരു തണുപ്പുണ്ട്. ഇതിങ്ങനെ ഫീൽ ചെയ്യും ഇവർക്ക്. അത് മാതാവിൻ്റെ ഫീലിങ് ബൈ പേഴ്സൺ പ്രസൻസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ജാസ്മിൻ സ്മെല്ല് പോലുള്ള സ്മെല്ല് മാത്രമല്ല, കുറേ അധികം അത് പ്രസൻസ് വന്നാൽ അത് നമുക്കത് ഫീൽ ചെയ്യും. അമ്മ ഉണ്ട്, അമ്മ ലൈനിലുണ്ട്, അമ്മ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഇവർക്കൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇവർ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് ഇവർ ഉടമ്പടി വെക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇവർ വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. ഉടമ്പടി വെച്ചിട്ടില്ല ആ വിഷയം, പക്ഷെ അത് ചെയ്യൂ എന്നും പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ 100 കൊല്ലമായി ഇവരുടെ ആ പ്രദേശത്ത് വെള്ളമില്ല. കാര്യം അപ്പനപ്പന്മാരുടെ കാലം മുതൽ തന്നെ വെള്ളം പാറക്കെട്ടാണ്. മലമുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്, പാറക്കെട്ടാണ്. ആ പ്രദേശം ചിരിങ്ങാലിക്കൂടെ വലിയ മലമൊന്നും ഇല്ലെന്നറിയാം, എന്നാലും ആ പ്ലേസ് മുഴുവനും ഇങ്ങനെ പാറക്കുന്നുകളുടെ ഇടക്കാണ് ഇവർ താമസിക്കുന്നത്. കുറേ ആൾക്കാർ താമസിക്കുന്നവരവിടെ. അവിടെ വെള്ളമില്ല. ഇവർ വന്ന് വിലക്ക് മേടിക്കുകയോ അവർ പറയണ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിച്ചിട്ടുണ്ടെന്ന്.
നമുക്കറിയാം ഈ കാലത്ത് ഈ കേരളത്തിൽ ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിക്കുന്ന വിഷമം തന്നെയാണത്. പക്ഷേ ഇതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇവർ ശാശ്വതമായി അവർക്ക് പരിഹരിക്കേണ്ട ഒരു വിഷയം വെള്ളമാണെന്നുള്ളത്. പക്ഷേ അവരിനി നടന്നിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ വരണ്ട കരിമ്പാറയുടെ അകത്ത് ആണ് താമസിക്കുന്നത്. അവിടെ നിന്ന് വെള്ളം ഇവിടുന്ന് കിട്ടാനാണ്. അവർ പണ്ടൊക്കെ ട്രൈ ചെയ്തതാണ്. എല്ലാവരും ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആ ദേശത്തുള്ള ആൾക്കാർ ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ നാട്ടിൽ താമസിക്കുന്ന ഈ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കുഴക്കണം കുളിക്കുമ്പോൾ വെള്ളം കിട്ടണം കാണാം. പക്ഷേ ഇതങ്ങനെയല്ല, ആ ലൊക്കാലിറ്റി മൊത്തം വെള്ളമില്ല. പക്ഷേ മാതാ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ കുഴൽക്കിണർ കുഴിക്കാൻ പറയുന്നുണ്ട്. പഴുത് കുഴിച്ചൊക്കെ അവിടെ കിടപ്പുണ്ട്, 10-500 അടി ഒക്കെ ഉള്ളത് ഒക്കെ കിടപ്പുണ്ട്, കാര്യമില്ല, വെള്ളമില്ല അവിടെ. പക്ഷേ ഇവർക്ക് ഇത് രണ്ടാമത് ഇങ്ങനെ കുഴിക്കാൻ പറയും. അങ്ങനെ ഇവർ നല്ല ആന്തരിക ബോധ്യം കിട്ടിയ വിഷയങ്ങൾ. എല്ലാത്തിനും ഈ ആന്തരിക ബോധ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിലൊരു വിഷയം എന്ന് വെച്ചാൽ, ഇന്നത് ചെയ്യൂ, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഉപദേശിക്കുമെന്ന് അല്ലേ, ഞാൻ നിൻ്റെ ഇതിന് ആന്തരിക ബോധ്യം എന്ന് പറയും. ഇപ്പം നീ എന്തിനു പഠിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചു. പഠിക്കണം, എന്തിനു പഠിക്കണമെന്ന് അറിയത്തില്ല. ഇനി എന്താ പഠിക്കേണ്ടത്, എന്താ എൻ്റെ കരിയർ എന്നറിയത്തില്ല. ഞാൻ എന്താണ് ഇനി എവിടെയാണെന്ന്, ഇവിടെ നാട്ടിൽ പഠിക്കണോ, PSC എഴുതണോ, അത് രാജ്യം വിട്ട് പോകണോ, നമുക്കൊരു ഐഡിയയും ഇല്ല. ഈ ഒരു ഐഡിയയും ഇല്ലാത്ത ടാബുല റാസ എന്ന് പറയുന്ന ഈ സിറ്റുവേഷൻസിലെ അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കുന്നത്. നിനക്ക് ഐഡിയ ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചം നിനക്ക് ജീവിതത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടാകുന്നത്, ഇന്നത് പഠിക്കണം, ഇന്നത് ചെയ്യണം, ഇന്ന സ്ഥലത്ത് താമസിക്കണം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നിനക്കൊരു ഐഡിയ ഉണ്ടാകുന്നത് സിൽവർ ആണെങ്കിൽ നിനക്കൊരു ഐഡിയ ഉണ്ടാകാതിരിക്കുന്നത് ഗോൾഡാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിനക്കൊരു ഐഡിയ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളത് സിൽവർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഐഡിയയും ഇല്ല നിൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ 11 പ്രാവശ്യം IELTS എഴുതി, അതുകൊണ്ട് മറ്റു പരീക്ഷകളൊന്നും എഴുതാനും ഒത്തില്ല. നമ്മൾ ഈ വാഴ പോത്ത് കുലച്ച പോലെ കുലയ്ക്കുക. ആലപ്പുഴ പാർട്ടിയുടെ വർത്തമാനമാണിത്. വാഴ ഒന്നുമില്ലാതെ കുലക്കത്തില്ലേ, അതിനിവിടെ പോത്ത് കുലകളെന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ ഈ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ബ്ലാങ്ക് കോളം മുഴുവനും ഉടമ്പടിയിൽ പുറമെ ജീവിതത്തിന് ഐഡിയ ഇല്ല. ഉടമ്പടി ചെയ്തു പോയ ആളാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ 6 ഞാനത് വെച്ചില്ലല്ല എന്ന് നിങ്ങൾ പറയരുതേ. കാര്യം ഉടമ്പടി ഒരു രീതി എന്ന് പറയുന്നത്, ഉടമ്പടി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോഴും വെക്കാം. മനസ്സിലായില്ലേ? ഉടമ്പടിയാണല്ലോ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദൈവവുമായിട്ട് ഒരു റിലേഷനാണ്. ഇപ്പം നമ്മളൊരു വണ്ടിയെ കയറി, വണ്ടിയിൽ 6 സീറ്റല്ലല്ലേ, എത്രയോ സീറ്റ് കാണും ഇല്ലേ? വണ്ടിയെ കയറുന്നതാണ് പ്രശ്നം. വണ്ടിയെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം നിനക്ക് ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക സാധ്യതയാണ്, നല്ല വലിയ സാധ്യതയുള്ളതാണ്. അതായത് നമ്മൾ പറയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ നേരത്തെ സംഭവിക്കും. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ വാക്ക് തന്നെ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അത് കവനൻ്റ് എന്ന് പറയും. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ കവനൻ്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഭാഷ ഉണ്ടല്ലോ, ബൈബിളിലെ ഭാഷ, ഹെബ്രായ ഭാഷ അല്ലെങ്കിൽ ഹീബ്രു, അതിനെ ബെർത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ റിലേഷൻ എന്ന അർത്ഥം, റിലേഷനാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആരെ കാര്യം വെച്ചിട്ട് അഫ്സർ പുരാണിൻ്റെ അല്ലെങ്കിൽ യുദാസ് പുരാണിൻ്റെ പെട്ടി കൊണ്ടുവന്നിട്ട് കാര്യം എഴുതിയിടുന്ന പോലെ അല്ല, അതല്ല വിഷയം. അതുപോലെ ചില വലിയമ്മമാർ ഇതൊക്കെ ചെയ്യണത്, അതാണ് പണി മേടിക്കുന്നത്. അതല്ല, ഉടമ്പടിയോട് കൂടി ഒരു ബെറീത്ത് ഉണ്ടാകുന്നു നിങ്ങളുമായിട്ട്, ഒരു റിലേഷൻ, അതാണ് സംഭവം. കവനൻ്റ് എന്ന് പറഞ്ഞാൽ പോലും ഒക്കത്തില്ല, അത് ഇംഗ്ലീഷുകാരൻ്റെ വാക്കാണ്. ഇതൊരു ബെറീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനാണ് ഉണ്ടാകുന്നത്. ആരുമായിട്ട്? നീയും നിൻ്റെ ദൈവവുമായിട്ട്. ആ റിലേഷനിൽ നമുക്ക് എന്തും ചെയ്യാം. റിലേഷനാണ് നിങ്ങൾ എപ്പോഴും ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണ്? റിലേഷൻ. അതാണ് അച്ഛൻ എപ്പോഴും സീരിയസ് ആയിട്ട്, ഞാൻ അങ്ങനെ ജോലി അങ്ങനെ പറയാറില്ലല്ലോ, സീരിയസ് ആയിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ. എല്ലാ കാര്യവും കഥ പോലും പറയത്തില്ല, സുഖിപ്പിക്കത്തില്ല, സന്തോഷിപ്പിക്കത്തില്ല, വളരെ അറഗൻ്റായിട്ടാണ് പോണത്. കാര്യം റിലേഷൻ ബേസ്ഡ് പ്രെയറാണിത്. ഇത് നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ പോലും നമ്മൾ സൂക്ഷ്മതയോടെ, ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ എന്താ പറയേണ്ടതെന്ന് ഞാൻ ഇന്ന് രാത്രി മുതൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അടുത്ത ആഴ്ചയിൽ എന്താണ് ഈശോ പറയാൻ പോണത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴായാലും വെളുപ്പിച്ച് ചിലപ്പോൾ 3 മണിക്കായിരിക്കും മെസ്സേജ് വരേണ്ടത്. അപ്പോൾ 3 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ നേരത്തെ കിടക്കണ കാരണം എനിക്ക് 3 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ നേരം ഈ അച്ഛന്മാരുടെ പുസ്തകം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പഠിക്കേണ്ട കാന നമസ്കാരമുണ്ട്, അതിരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ ബൈബിൾ വായിക്കും. അപ്പോൾ ഇതൊക്കെ ഈ സമയത്തെല്ലാം നിശബ്ദ സമയമാണ്. എന്താ കാര്യം? നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. അത് നമ്മൾക്കൊന്ന് കിട്ടണം, വചനത്തിലായാലും നമുക്കൊന്ന് കിട്ടണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതോടുകൂടി ദൈവമായിട്ടൊരു ബെറീത്തിൽ വരികയാണ്. എന്ന് വെച്ചാൽ റിലേഷനിൽ വരികയാണ് അല്ലേ? ഇപ്പോൾ റോഡ് പണിത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷയും ഓടിക്കാം, ലോറിയും ഓടിക്കാം, എന്ത് വേണം ചെയ്യാം. റോഡാണ് പ്രശ്നം. എത്ര വണ്ടി വാങ്ങിച്ചാലും റോഡില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുക. റോഡാണ് പ്രോബ്ലം. ഈ കവനൻ്റെ വർക്ക് ചെയ്യണത് ഒരു റോഡായിട്ടാണ്. എന്നിട്ട് ഒരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് റോഡ്. അതാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ വെച്ചില്ല എന്ന് വിചാരിച്ചാൽ, അയ്യോ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അയ്യോ അതുകൂടി വെക്കേണ്ടതായിരുന്നു. വേണ്ട,
നിങ്ങൾ ഓർത്താൽ മതി, അമ്മ ഇങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് വിഷയം. ഞങ്ങൾ എപ്പോഴും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. വെച്ചാൽ ഉടമ്പടി, ഇപ്പം തന്നെ ഉടമ്പടിയിൽ ഉപ്പില്ലേ, ഇപ്പോൾ ഉപ്പ് അമ്മ എഴുതാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഉപ്പിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. കർത്താവ് പറഞ്ഞ കാര്യം മാത്രം അറിയാം, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന്, പിന്നെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഉടമ്പടിയുടെ ബൈബിൾ പറയണത് ഉടമ്പടിയുടെ ഉപ്പെന്നാണ് പറയണത്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, ഉടമ്പടിയുടെ ഉപ്പ്, ഉടമ്പടിയുടെ കൂടെ ഉള്ളതാണ് ഉപ്പ്. അപ്പം പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 2:13, ലേവ്യ 2:13, ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത്. ഉപ്പ് കളയാൻ സാധ്യതയുണ്ട്, അതാ വാക്ക്, ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത്. ഇപ്പോൾ ഈശോ തന്നെയാണെങ്കിലും പറഞ്ഞത് എന്താണ് ഉപ്പെന്ന് പറയുമ്പോൾ ഇതൊരു ബേസിക്കായിട്ട് ഉപ്പ് എന്താ? പ്രിസർവേറ്റീവാണ് അല്ലേ? ബേസിക്കായിട്ട് ഉപ്പ് എന്താ? പ്രിസർവേറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് നമുക്ക് വെക്കത്തില്ലേ, എന്തൊക്കെ നാരങ്ങ വെക്കും അല്ലേ, അതുപോലെ തന്നെ മാങ്ങ ഉപ്പിട്ട് വെക്കും, മത്സ്യം ഉപ്പിട്ട് വെക്കും. പണ്ടൊക്കെ ഇറച്ചി ഉപ്പിട്ട് വെക്കുമായിരുന്നു, ഉണക്ക ഇറച്ചിയൊക്കെ ആൾക്കാർ ഉപയോഗിക്കും, ഇപ്പോൾ ഉപയോഗിക്കണില്ലെന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രിസർവേറ്റീവാണ് ഉപ്പ് പ്രിസർവേറ്റീവിനെ സംരക്ഷിക്കുന്നതാണ്. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറയുമ്പോൾ ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകമാണ്, അതാണ് വിഷയം. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലേവ്യ 2:13, ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത് എന്ന വചനം. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകമാണ്, അതാണ് പ്രശ്നം. ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകം എന്താ? വിശ്വസ്തതയാണ്, വിശ്വാസമല്ല. ഈ വിശ്വസ്തതയാണ്. നിങ്ങൾക്ക് ഉപ്പ് തരികയില്ല ഇവിടുന്ന്. ഉപ്പ് തരുന്നതിൻ്റെ കാരണം നിങ്ങളെ ഉപ്പിനെക്കുറിച്ച് ദൈവവുമായിട്ട് നിങ്ങളെടുത്ത ബെറിത്ത് റിലേഷൻ, ഉടമ്പടി, അതിൻ്റെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് നിങ്ങൾക്ക് തരണത്. എന്തിനാണ് ഉപ്പ് തന്നിരിക്കുന്നത്? അല്പം തരത്തുള്ള ഒരു ഡെപ്പിലാക്കി തരത്തില്ലേ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നീ ആത്മശോധന ചെയ്യണം. ഞാനിപ്പോഴും റിലേഷനിലാണോ എന്ന് ചിന്തിക്കണം. മനസ്സിലായില്ല? ഞാനിപ്പോഴും ദൈവത്തോടെ റിലേഷനിലാണോ, അത് എന്താ വെച്ചാൽ വിശ്വസ്തതയിലാണോ? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ഉപ്പായ ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുന്ന വിശ്വസ്തത എന്ന ഗുണത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തത എന്ന ഗുണത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, സ്വയം പറയാം. അതായത് വിശ്വസ്തത, അതായത് ഇത് കളയരുതെന്ന് പറയുക. എന്താ കാര്യം? നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വസ്തത, ദൈവത്തോടുള്ള റിലേഷൻ, സ്നേഹമെന്ന് നമുക്ക് അർത്ഥമുണ്ട് അതിന്. അത് നിലനിൽക്കട്ടെ. 9:49 മർക്കോസിൻ്റെ സുവിശേഷം 9:49, 50 വചനങ്ങളിൽ നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്നുവെച്ചാൽ നിങ്ങളെ വിശ്വസ്തത ഉണ്ടായിരിക്കട്ടെ, നിങ്ങളിൽ ദൈവസ്നേഹത്തിൽ പച്ചകടാതെ നിൽക്കട്ടെ. ദൈവസ്നേഹം ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവ് ദൈവമേ, ഞങ്ങളിൽ ദൈവസ്നേഹം, ദൈവത്തോടുള്ള വിശ്വസ്തത പച്ചക്കെടാതെ നിലനിൽക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ നെഞ്ചത്തെ വിശ്വനെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങയോടുള്ള വിശ്വാസവും സ്നേഹവും വിശ്വസ്തതയും എന്നെ വർദ്ധിപ്പിക്കണമേ. ദിവ്യമായ സ്നേഹം. പ്രിയമുള്ളവരെ, അച്ഛനിങ്ങനെ ഇടയ്ക്ക് നിങ്ങളോട് പാടിക്കും, നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യും. അതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. കാര്യം എന്താ പ്രശ്നം? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ വർദ്ധിപ്പിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമായിട്ടുള്ള പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹവും വർദ്ധിക്കും. ഞാൻ എന്തിനാണ് അങ്ങനെ നിങ്ങളുടെ ആ ലെവൽ വർദ്ധിപ്പിക്കുന്നത്? ആ ലെവലിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ രോഗസൗഖ്യങ്ങൾ നടക്കും. അതാണ് വിഷയം. അത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ രോഗസൗഖ്യത്തിലേക്ക്, പക്ഷേ നിങ്ങൾക്കത് അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഈ ഓരോ പാട്ടും പാടുമ്പോൾ അത് പാടിക്കൊണ്ടിരിക്കും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയണം. അതിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കൂടുന്നവരായാലും ആ ധ്യാനത്തിൻ്റെ രീതികൾ അറിയണം. അതായത് ഓരോ പാട്ട് പാടുമ്പോഴും നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഹൃദയത്തെ സ്നേഹത്താൽ നിറക്കണമേ, എൻ്റെ ഹൃദയത്തെ വിശ്വാസത നിറക്കണമേ. പിന്നെ പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ കൂടെ എൻ്റെ വലത്തും ഇടത്തൊക്കെ ഇരിക്കുന്നവരെ അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ
എൻ്റെ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും വർദ്ധിപ്പിക്കണമേ. എൻ്റെ കൂടെ വലത്തും ഇടത്തുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസ നിലവാരത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് ദൈവസ്നേഹത്തിലെ ദൈവ സാന്നിധ്യത്തിലെ സൗഖ്യം അനുഭവിക്കുവാൻ സാധിക്കണമേ. രോഗികളെ ഇപ്പോഴും നെഞ്ചിലെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്ത് രോഗമായാലും. അച്ഛൻ ഈശോ കാണിച്ചു തരുന്നതെല്ലാം വിസർപ്പ രോഗങ്ങളാണ്, സോറിയാസിസ് രോഗങ്ങളാണ്. അവരെ നെഞ്ചിലൊക്കെ ഇങ്ങനെ കൂമ്പി മുതുകിലൊക്കെ ഇങ്ങനെ പരുപരുത്തൊക്കെ വരുന്ന രോഗങ്ങളില്ല, ത്വക്ക് രോഗങ്ങളൊക്കെ ഇങ്ങനെ. പക്ഷേ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈശോ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു രോഗം തന്നെ ആയിരിക്കത്തില്ല സൗഖ്യപ്പെടുന്നത്. അതുകൊണ്ട് ഉദരരോഗികൾ ഉദരത്തിലും, നെഞ്ചിലെ ശ്വാസകോശ രോഗിയുടെ ശ്വാസകോശത്തിലും, വാതരോഗികളാണെങ്കിൽ മുഴുവനും പൊതിഞ്ഞ് ശരീരം പൊതിഞ്ഞും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് 10,000-ങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അൾത്താരയിൽ നടക്കുന്ന ആരാധനയുടെ ദൈവിക നിമിഷങ്ങളിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു കുടുംബത്തെ എൻ്റെ മനസ്സിൽ കണ്ടത്. ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ഭാര്യയും ഭർത്താവും തമ്മിൽ കുറേ നാൾ ജീവിച്ചതാണ് കേട്ടോ. 2 മക്കളൊക്കെ ഉള്ളതാണ്, വലിയ മക്കളൊക്കെ ഉള്ളത്, ഒരുവിധം കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുള്ളതാണ്, പ്രായമായ മക്കളൊക്കെ ഉള്ളത്. പക്ഷേ ഇവർ തമ്മിൽ പിരിഞ്ഞ് എന്നിട്ട് ഇവരുടെ മക്കളൊക്കെ ഇപ്പോഴും വേറെ രീതി വഴിയാധാരമായി ഓരോരോ തോന്നിയവാസന റിലേഷനിലൊക്കെ അകപ്പെട്ടിട്ട് ആർക്കും ആകെയും രക്ഷപ്പെടുത്താതെ ഇരുട്ട് പിടിച്ച കുടുംബം. പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്ത, വിശ്വാസം കുറഞ്ഞിട്ടുള്ള ഒരവസ്ഥ. ഇത് ഇങ്ങനെ വന്നിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഒത്തിരി. അതാണ് ഇപ്പോൾ ഈശോ കാണിക്കുന്നത്. അച്ഛനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എവിടെയായാലും ഓൺലൈനായാലും പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇതുപോലെ തകർന്ന കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഒരുമിച്ച് താമസിച്ചിട്ടും അതിന്റെ സന്തോഷവും മാനസിക പൊരുത്തവും അനുഭവിക്കാത്ത കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ, അവരുടെ വഴികളിലെ വഴിപിഴച്ചു പോയ അവസ്ഥകളിലെ അകപ്പെട്ടു പോയവരെ, അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും നൽകിക്കൊണ്ട് രോഗത്തിന്റെ എല്ലാ അവസ്ഥകളെയും മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി തീരുമാനത്തെ തിരിച്ചറിയിച്ചുകൊണ്ട് ആയിരങ്ങളെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. ദൈവമേ, എല്ലാ മക്കളും ഇതുപോലെ വേദനയിലെ ബന്ധനങ്ങളിലെ പ്രാനതകളിലെ എല്ലാ തരത്തിലുള്ള ക്ഷമതകളിലെ അകപ്പെട്ട മക്കളെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന.